ഹായ് ഡിയേഴ്സ്, ഞാനിന്നിവിടെ ലേക്ക് സൈഡിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് അടുത്തുള്ള MRT സ്റ്റേഷനാണ് ലേക്ക് സൈഡ് MRT. അപ്പം ഞാൻ താമസിക്കുന്നത് തമൻജുറോങ്ങാണ്. അവിടെ നിന്ന് ബസ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ ഈ MRT സ്റ്റേഷൻ്റെ അടുത്ത് എന്തോ ഒരു ഫെയർ നടക്കുന്നുണ്ടെന്ന് എന്നോട് ഫ്രണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ. നൈറ്റ് അതിൽ പോയപ്പോൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കണ്ടു. അപ്പോൾ അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ എന്ത് ഫെയറാണ് നടക്കണേന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് കാണാനും കൂടി വന്നേക്കാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോണ്ട് ഇവിടെ കണ്ട ഇതൊരു സ്മാർട്ട് ജ്യൂസറാണ്, ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീനാണിത്. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് നമുക്ക് $2 കിട്ടും. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഫ്രഷാണ്, ടേസ്റ്റിയാണ്. അപ്പം ഞങ്ങൾ തിരഞ്ഞു വന്ന ഫെയർ ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ഫുഡ് ഫെയർ ആണെന്ന്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി പോവാം. ഇവിടെ എന്തൊക്കെയാണ് കണ്ടതെന്ന് കാണിച്ചു തരാം. പല ടൈപ്പ് ഫുഡ്, പല രാജ്യങ്ങളിലത്തെ ഓത്തൻറ്റിക് സ്റ്റൈലിൽ അവർ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കൊറിയൻ, തായ്, മലേഷ്യ, ഇന്തോനേഷ്യ, അങ്ങനെ പല സ്ഥലത്തെ ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ഷവർമേന കണ്ടു. അത് ഇവിടുത്തെ സ്റ്റൈലിൽ അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ടായി. പിന്നെ അങ്ങോട്ട് ഒന്നും അറിയില്ല, നമുക്ക് കാണാത്ത ടൈപ്പ് ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വടയൊക്കെ കണ്ടു, അത് ഇന്ത്യൻ സ്റ്റോളായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഷവർമ കണ്ടപ്പോഴേ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് 2 വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷാർക്ക് ഫിൻ സൂപ്പ്, ടീ എഗ്ഗോ അങ്ങനെയൊക്കെ ടീ എഗ്ഗ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ദേ ബർഗർ ഉണ്ടാക്കണുണ്ടോ, ബർഗർ വാങ്ങാൻ ക്യൂ ഉണ്ട് കേട്ടോ, കുറേ ആൾക്കാർ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരിൽ ചൈനീസ് കൂടുതലും ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുക. പിന്നെ നമ്മൾ ഇന്ത്യൻസും മലയ് അവരൊക്കെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈകിട്ടാവുമ്പോൾ ഈ ഫുഡ് സ്റ്റോളുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഇങ്ങനെ 2 സൈഡിൽ ഫുഡൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. നല്ല രസമല്ലേ ഇങ്ങനെ നമുക്കറിയാത്ത ടൈപ്പ് കുറേ ഫുഡ് ഐറ്റംസ് കാണാനും. ടേസ്റ്റ് ചെയ്തില്ലെങ്കിലും അതിങ്ങനെ കാണാൻ രസമല്ലേ. കുറേ ജ്യൂസ് ഐറ്റംസ്, നല്ല കളർഫുള്ളായിട്ടുള്ള ജ്യൂസുകളൊക്കെ കണ്ടു. പിന്നെ അങ്ങോട്ട് പോയപ്പോഴേ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, മാംഗോ കൊണ്ടുള്ള ഐറ്റംസ് ഉള്ള ഷോപ്പ്. മാംഗോ സ്റ്റിക്കി റൈസും മാംഗോ സാലഡും ഒക്കെ ആയിട്ട്. ഈ മാംഗോ സ്റ്റിക്കി റൈസ് നോർത്ത് ഈസ്റ്റ് ഏഷ്യയിലത്തെ ഫുഡാണെന്ന്. അതായത് ഈ ഫിലിപ്പിനോ, മലേഷ്യൻ, തായ്, വിയറ്റ്നാമീസ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. 2024 ടേസ്റ്റ് അറ്റ്ലസിൽ 2nd ബെസ്റ്റ് റൈസ് പുഡിങ്ങായിട്ട് മാംഗോ സ്റ്റിക്കി റൈസിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത്ര. ഇവിടെയാണ് വട കണ്ടത് കേട്ടോ. ഇതിലിങ്ങനെ ഒരു പ്രത്യേകതരം വട ഉണ്ടാവുന്നു, ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയത്. ബ്ലൂബെറി, സ്ട്രോബെറി ജ്യൂസുകൾ. ലെമാങ് ഉടാന്ന് കണ്ടു കേട്ടോ, വായിച്ചു നോക്കിയപ്പോൾ ഉട അടയുടെ ആരെങ്കിലും ആണോ എന്ന് നോക്കിയത്. ഇലയൊക്കെ കണ്ടു അവിടെ. അപ്പോൾ അതിൽ ഉള്ളിൽ ഫിഷും ചിക്കനും ഒക്കെയാണ്. ഈ ഇലയിൽ ഇട്ടിട്ട് അവരെന്തോ ചുട്ടെടുക്കാന്ന് തോന്നുന്നു.
പിന്നെ കുറച്ച് സീ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഓയിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, പിന്നെ ഗാർലിക് ചീസ് പ്രോൺസ്, അതുപോലെ തന്നെ ഒക്ടോപ്പസിനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു തായ്വാൻ ഹാൻഡ് മെയ്ഡ് ഐറ്റമാണ്. ഇവിടെയാണ് പൊട്ടാറ്റോ പാൻ കേക്ക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിടെ കുറച്ചധികം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ട് അവിടെ പോയിട്ട് ക്യൂവിൽ നിന്നു. ഞാൻ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഇത് മഷ്റൂം സ്നാക്കാണ് കേട്ടോ, കൂൺ കൊണ്ടുള്ള ഐറ്റംസാണ്. വേറൊരു ഷോപ്പിലും അങ്ങനെ കണ്ടു, മഷ്റൂം കൊണ്ട് എന്തൊക്കെയോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ കണ്ട തായ് സോഫ്റ്റ് ബോൺ ഷാർക്ക് ഫിൻ. ഈ ഷാർക്ക് ഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർക്കിൻ്റെ ചിറകാണ്, അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ സ്റ്റാളിൽ ഒത്തൻറ്റിക് തായ് ഐറ്റംസ് ആണ്. പോർക്ക് സ്റ്റിക്ക്, ചിക്കൻ സ്റ്റിക്ക്, അങ്ങനെ സ്റ്റിക്കുമ്മ കുറേ ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ കണ്ടു പച്ച നിറത്തിൽ ടാപ്പിയോക്കൽ പാൻ കേക്ക് എന്ന്. നമ്മുടെ കപ്പ് കൊണ്ടുള്ള പാൻ കേക്ക് ആയിരിക്കും അത്. പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ബാക്കിലേക്ക് കുറച്ച് ക്ലോത്ത് ഐറ്റംസ്, ബാഗ് ഐറ്റംസ്, അങ്ങനെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കണ്ടു. പിന്നെ ഗെയിം ഏരിയ ഉണ്ട്, പിന്നെ കുറച്ച് പ്ലേ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒന്നും തീരെ തിരക്ക് കണ്ടില്ല കേട്ടോ. ഇനി പകല് തിരക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സ്കൂളുകൾക്ക് അവധി ജൂണിലാണ്. അപ്പോൾ ഈ സ്റ്റാള് വന്നേക്കുന്നത് മെയ് 24 മുതൽ ജൂൺ 6 വരെയാണ് ഇവിടെ. ഇപ്പോൾ ഇത് കഴിഞ്ഞവർ വേറെ ഏരിയകൾക്ക് ഇത് മാറ്റുണ്ടാവും. പൊട്ടാറ്റോ കേക്ക്സ് അല്ലേ, ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണിത്. ഞാൻ ബാക്കിൽ പോയി വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് അരുണ ഇത് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഇവിടെ ഇരുന്നിട്ട്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ ഇങ്ങനെ പൗഡർ അവരിടുന്നുണ്ട്, പിന്നെ എന്തോ ചീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഒരു പുതിയൊരു ഐറ്റം ട്രൈ ചെയ്തു. ഞാൻ കൂടുതലും അരുണയുടെ കൂടെ പോകുമ്പോഴാണ് പുതിയ ഐറ്റംസ് ട്രൈ ചെയ്യുക. ഈ ഒരു ചെറിയൊരു ഔട്ടിങ് നല്ലതായിട്ട് തോന്നിയിട്ടാണ്, നല്ല രസമായിരുന്നു. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാനും ഒക്കെ പറ്റി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലേക്ക് സൈഡിൽ നിന്ന് ബസ് കയറി. Jangan tinggalkan barang Anda tanpa diawasi.
Jika anda ternampak orang atau barang yang mencurigakan, sila laporkan kepada kaki tangan kami atau hubungi 999. Molestation and taking